നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ ടോൾ നിരക്ക് കുറക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയവരോട് ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. വിഷയം ആദ്യം പരിഗണിക്കേണ്ടത് ഹൈക്കോടതി, ശേഷം ആവശ്യമെങ്കിൽ തങ്ങളെ സമീപിക്കാം. മണ്ണുത്തി ദേശീയപാതയുടെ നിർമ്മാണ ചെലവിനേക്കാൾ കൂടുതൽ ഇതുവരെ പിരിച്ചെടുത്തുവെന്ന് പരാതിക്കാർ. ഇടുക്കിയുടെ ഉൾനാടൻ ഗ്രാമീണ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ DTPC നൂതന പദ്ധതികൾ. തൂവൽ വെള്ളച്ചാട്ടം, കള്ളിമാലി, ഉറുമ്പിക്കര മേഖലകളുടെ വികസനത്തിനായി പദ്ധതിയൊരുക്കും. സ്ഥലപരിമിതി ടൂറിസം വികസനത്തിന് വിലങ്ങ് തടിയാവുന്നെന്ന് DTPC. വയനാട് പൂക്കോട് തടാകത്തിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളി നിയമനം അനധികൃതമാണെന്ന് ആരോപണത്തിൽ ഉറച്ച് വൈത്തിരി പഞ്ചായത്തിലെ UDF വീണ്ടും സമരരംഗത്ത്. അടിസ്ഥാനരഹിത ആരോപണങ്ങളുമായി UDF സമരത്തിനിറങ്ങുന്നത് തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയുടെ ജാള്യത മറക്കാനെന്ന് LDF. കോവളത്തെ വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി അലക്സിനെ തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാൻബിവിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ. ഇടുക്കി കമ്പമേട് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് മുന്നിലെ കാണിക്കവഞ്ചിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന പഞ്ചലോഹ വിഗ്രഹം മോഷ്ടാക്കൾ അപഹരിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലിയേക്കരയിലെ ടോൾ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയവരോട് ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. വിഷയം ആദ്യം പരിഗണിക്കേണ്ടത് ഹൈക്കോടതിയാണെന്നും അതിനുശേഷം ആവശ്യമെങ്കിൽ തങ്ങളെ സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മണ്ണുത്തി ദേശീയപാതയുടെ നിർമ്മാണ ചെലവിനേക്കാൾ കൂടുതൽ ഇതുവരെ പിരിച്ചെടുത്തു എന്ന് പരാതിക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. 721 കോടി രൂപയാണ് മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയുടെ നിർമ്മാണത്തിനായി ചിലവായത്. എന്നാൽ 2020 ജൂലൈ വരെ 801 കോടി രൂപ ടോളിനത്തിൽ ലഭിച്ചതായി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നതായി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. നിർമ്മാണ ചെലവ് ലഭിച്ചാൽ പിന്നീട് ടോൾ സംഖ്യയുടെ 40% കുറയ്ക്കാൻ കരാർ കമ്പനി ബാധ്യസ്ഥരാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം പാലിയേക്കര ടോൾ പ്ലാസയുടെ ഫാസ്ടാഗ് സംവിധാനം പ്രവർത്തനക്ഷമമല്ലെന്ന് കാണിച്ച് ദേശീയപാത അതോറിറ്റിക്കും സംസ്ഥാന സർക്കാരിനും തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം ഫാസ്ടാഗിലെ തകരാർ പരിഹരിക്കും വരെ ടോൾ പിരിക്കരുതെന്നും കോവിഡ് കാലത്ത് ടോൾ സംഖ്യ വർദ്ധിപ്പിക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു. KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഷാജി K കൊടക്കണ്ടത്ത്, TJ സനീഷ് കുമാർ എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തദ്ദേശീയരുടെ ഫ്രീ പാസ് വിഷയത്തിൽ പോലും ഈ കരാർ കമ്പനിക്കാരും ദേശീയപാത അതോറിറ്റിയും വളരെ മോശമായ നിലപാടാണ് എടുത്തുള്ളത്. 24 മണിക്കൂർ ഞങ്ങൾ സത്യാഗ്രഹം എടുത്തതിന്റെ ഫലമായിട്ടാണ് ആ താൽക്കാലികമായിട്ടെങ്കിലും ആ ഫ്രീ പാസ് നീട്ടുവാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം ആ ഫ്രീ പാസ് സ്ഥിരമായി കൊടുക്കണം. എന്നാൽ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ ജസ്റ്റിസ് റോഹിംഗ്ടൺ നരിമാൻ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വിസമ്മതിച്ചു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇവർ. റിപ്പോർട്ടർ, തൃശൂർ. ഇടുക്കിയുടെ ഉൾനാടൻ ഗ്രാമീണ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ DTPC നൂതന പദ്ധതികൾ തയ്യാറാകുന്നു. തൂവൽ വെള്ളച്ചാട്ടം, കള്ളിമാലി, ഉറുമ്പിക്കര മേഖലകളുടെ വികസനത്തിനായി പദ്ധതി ഒരുക്കും. സ്ഥലപരിമിതി ടൂറിസം വികസനത്തിന് വിലങ്ങ് തടിയാവുന്നുവെന്ന് DTPC പറഞ്ഞു. വനം വകുപ്പിന്റെ നടപടികൾ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായും ആക്ഷേപമുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായത്തോടെ ഭൂമി കണ്ടെത്തി അനുയോജ്യമായ പദ്ധതികൾ ഒരുക്കാനാണ് DTPC ഒരുങ്ങുന്നത്. ഘട്ടം ഘട്ടമായി ഇടുക്കിയിലെ വിവിധ ഉൾനാടൻ ഗ്രാമീണ മേഖലകളിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതികൾ ഒരുക്കും. നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടം, രാജാക്കാട്ടിലെ കള്ളിമാലി, കുമളിയിലെ ഉറുമ്പിക്കര എന്നീ സ്ഥലങ്ങളുടെ വികസനത്തിന് അനുയോജ്യമായ പദ്ധതികൾ ഉടൻ തയ്യാറാക്കും. ഇത്തരം പ്രദേശങ്ങളുടെ സമീപ മേഖലകളിലെ സാധ്യതകളും പ്രയോജനപ്പെടുത്തും. ടൂറിസത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ മുഖേന ജില്ലാ കളക്ടർക്ക് നമ്മൾ സ്ഥലത്തിന് സ്ഥലം അനുവദിക്കണമെന്ന് അപേക്ഷ കൊടുക്കും. ജില്ലാ കളക്ടർ അനുവദിച്ചിട്ടാണ് നമുക്ക് സ്ഥലം കിട്ടുന്നത്. ഈ സ്ഥലം അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ തൂവലും അതുപോലെ ചതുരംഗപ്പാറയും കള്ളിമാലിയും അതുപോലെ പദ്ധതികളായിട്ട് നമ്മൾ ഉറുമ്പിക്കര, കുമളിയിലുള്ള ഉറുമ്പിക്കര അങ്ങനെയുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് പോകും. കാരണം പുതിയ പുതിയ ഡെസ്റ്റിനേഷൻ ആരംഭിച്ചാലേ യാത്രക്കാർക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ പുതിയ പുതിയ ആൾക്കാരുടെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് വരികയും അതുമൂലം ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും കുറെ തൊഴിലവസരവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഇടുക്കിയിലെ ടൂറിസം മേഖല ഉണർവിലാണ്. പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾക്കൊപ്പം പുതിയ കേന്ദ്രങ്ങളും സജീവമാകുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ഇടുക്കിക്കാകും.
എന്നാൽ ജില്ലയിലെ ഗ്രാമീണ ടൂറിസം മേഖലകളുടെ വികസനത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതായും ആക്ഷേപമുണ്ട്. പല മേഖലകളിലും നിർമ്മാണം പാതി വഴിയിലെത്തുമ്പോൾ വനം വകുപ്പ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം. വയനാട് തളിപ്പുഴ പൂക്കോട് തടാകത്തിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളി നിയമനം അനധികൃതമാണെന്ന ആരോപണത്തിൽ ഉറച്ച് വൈത്തിരി പഞ്ചായത്തിലെ UDF വീണ്ടും സമരരംഗത്ത്. തടാകത്തിലെ നിയമനത്തിൽ അടിസ്ഥാനരഹിത ആരോപണങ്ങളുമായി UDF സമരത്തിനിറങ്ങുന്നത് തിരഞ്ഞെടുപ്പിലെ ഏറ്റ ദയനീയ തോൽവിയുടെ ജാള്യത മറക്കാനാണെന്ന് LDFും ആരോപിച്ചു. വയനാട് വൈത്തിരി പഞ്ചായത്തിലെ പൂക്കോട് തടാകത്തിൽ ശുചീകരണ തൊഴിലാളി നിയമനം അനധികൃതമാണെന്ന ആരോപണവുമായി UDF പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് ആദ്യ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിക്ക് തടാകത്തിൽ അനധികൃത നിയമനം നൽകിയെന്നാണ് ആരോപണം. കുടുംബശ്രീ സംവിധാനത്തെ തകർക്കുന്ന അഴിമതിക്ക് ഭരണസമിതി കൂട്ടുനിൽക്കുന്നതായും ഒരു വിഭാഗത്തിന് മാത്രം തൊഴിൽ നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് ആരോപിച്ചുള്ള സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് UDF രണ്ടാം ഘട്ട സമരവുമായി രംഗത്ത് വന്നത്. വൈത്തിരി പഞ്ചായത്തിലെ 14 ADSൽ നിന്ന് CDSലേക്ക് എക്സിക്യൂട്ടീവുകളായിട്ട് തെരഞ്ഞെടുത്ത് ആ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് അവിടെ അങ്ങനെ കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് ഒരാളെ ഒരു ജോലിക്ക് നൽകണമെങ്കിൽ അതിന്റെ തീരുമാനമുണ്ടാവണം, അതിന്റെ ചർച്ചയുണ്ടാവണം. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ ദയനീയ പരാജയത്തിന്റെ ജാള്യത മറയ്ക്കാൻ UDF നടത്തുന്ന നാടകമാണ് പ്രതിഷേധ സമരമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MV വിജേഷ് പറഞ്ഞു. ഈ UDFന്റെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ സമരം ഈ നാട്ടിൽ പോയി ഈ പഞ്ചായത്തിലേക്ക് സംഘടിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ഇലക്ഷന് ഈ UDFന് വലിയ പരാജയമാണ് ഈ വൈത്തിരി പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. UDFനെ സംബന്ധിച്ച് 4 സീറ്റ് മാത്രമാണ്, 4 സീറ്റ് മാത്രം കിട്ടുന്ന രൂപത്തിലേക്കാണുള്ളത്. പൂക്കോട് തടാകത്തിലെ ശുചീകരണ തൊഴിലാളി നിയമനം കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായാണ് നടക്കുന്നത്. ഇതിൽ പഞ്ചായത്തിന് ഒരു പങ്കുമില്ല. ഇതിൽ ക്രമക്കേട് നടന്നതായി ആരോപണം ഉന്നയിക്കുന്നതിൽ ഒരു വസ്തുതയുമില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. റിപ്പോർട്ടർ വയനാട്. കോവളത്തെ വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി അലക്സിനെ തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടിത്തടം യക്ഷി അമ്മൻകോവിൽ സമീപം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ 78-കാരിയായ ചാൻബിവി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. പ്രതിയായ അലക്സുമായി കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുപ്പിന് എത്തിയിരുന്നു. പ്രതിയെ ആദ്യം തൊണ്ടിമുതൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മിനർവ ട്യൂട്ടോറിയൽ കോളേജിൽ എത്തിച്ചു. കോളേജിന്റെ പുറകിൽ പലകയുടെ അടിയിലാണ് തൊണ്ടിമുതൽ സൂക്ഷിച്ചിരുന്നത്. അത് പോലീസ് കണ്ടെടുത്തു. ശേഷം കൃത്യം നടന്ന വീട്ടിൽ പ്രതിയെ എത്തിച്ചു. പ്രതി കൃത്യം നടത്തുന്നതിന് വേണ്ടി വീടിന്റെ മുൻവശത്തെ ജനാല വഴി അലുമിനിയം തോട്ടി ഉപയോഗിച്ച് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ സാക്ഷ ഇളക്കിയാണ് പ്രതി അകത്തു കയറി കൃത്യം നടത്തിയത്. സന്ധ്യയുടെ അമ്മ രാധയാണ് ഇവിടെ വീട്ടുജോലിക്ക് നിന്നിരുന്നത്. അതിനാൽ അലക്സിന് ഈ വീടുമായി നല്ല ബന്ധമാണ്. മരണവീട്ടിൽ സജീവമായ സഹായത്തിനും അലക്സ് ഓടി നടക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. സുരാസു വെങ്ങാനൂരിനൊപ്പം റിപ്പോർട്ടർ കോവളം. ഇടുക്കി കമ്പമേട് പോത്തിൽക്കണ്ടത്ത് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് മുമ്പിലെ കാണിക്കവഞ്ചിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന പഞ്ചലോഹ വിഗ്രഹം മോഷ്ടാക്കൾ അപഹരിച്ചു. കമ്പമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കമ്പമേടിന് സമീപം പോത്തിൽക്കണ്ടത്ത് സ്ഥിതി ചെയ്യുന്ന SNDP ശാഖായോഗത്തിന്റെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത്. ക്ഷേത്രത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള കാണിക്കവഞ്ചിയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹമാണ് മോഷ്ടിക്കപ്പെട്ടത്. കാണിക്കവഞ്ചി കുത്തി തുറക്കുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിനെ തുടർന്നാവാം വിഗ്രഹം മോഷ്ടിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. ഈ പഞ്ചലോഹ വിഗ്രഹ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണുള്ളത്, വളരെ പെട്ടെന്ന് തന്നെ പോലീസ് വിവരം അറിഞ്ഞപ്പോൾ തന്നെ സ്ഥലത്തെത്തി. അതുമായിട്ട് ബന്ധപ്പെട്ട് പരിസരവാസികളോട് ചോദിക്കുകയും CCTV ക്യാമറ അടക്കമുള്ളത് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ബന്ധപ്പെട്ട ഭാരവാഹികൾ കേസിൽ പോയിട്ടുണ്ട്. പോലീസ് എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രതികളെ പിടിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ഇടുക്കി. പാലക്കാട് കൂറ്റനാട് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ 200 വാഴകൾ നശിച്ചു. പ്രദേശത്ത് ചുറ്റുമായി കാട്ടുപന്നികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് നാട്ടുകാർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. കൂറ്റനാട് പെൻഷൻ ഭവന് സമീപം തിരുത്തിപ്പാറയിൽ വേലായുധൻ കൃഷി ചെയ്ത 110 വാഴകളും കാട്ടുപന്നികൾ പൂർണ്ണമായും നശിപ്പിച്ചു. ഇവിടെ നിന്നും 200 മീറ്റർ മാറി പ്രയാഗ സ്റ്റോപ്പിന് സമീപം ചക്കുംപറമ്പിൽ മാധവൻ കൃഷി ചെയ്ത 75ലേറെ വാഴകളും കാട്ടുപന്നികൾ നശിപ്പിച്ചു. 4 മാസം വളർച്ചയെത്തിയ ചെങ്ങാലിപ്പൂവൻ ഇനത്തിൽപ്പെട്ട വാഴകളാണ് നശിപ്പിച്ചത്. 75 വാഴ നശിപ്പിച്ചിരിക്കുന്നു. തകര സീറ്റൊക്കെ മേടിച്ച് വെയിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചാടിക്കറന്ന് വന്നിട്ടാണ് നശിപ്പിച്ചിറങ്ങുന്നത്. 4 മാസം പ്രായം കഴിഞ്ഞ വാഴയാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഉണ്ടാക്കി കൊണ്ടുവന്നു വന്നത് തന്നെ.
കാലത്ത് ജലസേചനത്തിനും വാഴ പരിപാലനത്തിനുമായി എത്തിയ കർഷകരാണ് വാഴകൃഷി വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത് കണ്ടത്. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ഇരു കർഷകരും കൃഷി ഇറക്കിയത്. കഴിഞ്ഞ വർഷത്തിലും ഇരു കർഷകരുടെയും 50-ലേറെ വാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു. തുടർന്ന് കർഷകർ വെള്ളരി കൃഷിയിലേക്ക് തിരിഞ്ഞെങ്കിലും അതും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. വാർഡ് മെമ്പറും ഫോറസ്റ്റ് അധികൃതരുമെല്ലാം സ്ഥലത്ത് സന്ദർശനം നടത്തി. ഉപജീവനമാർഗം കൃഷിയിലാണ്. വാഴകൃഷി, ഓണം, ഉത്സവം, ഇവിടെ ഒരു വിളവറക്കേണ്ട കൃഷിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ കൃഷിയാണ് ഇപ്പോൾ ഇന്നലെ മിന്നലും വെച്ച് 200 വാഴകൾ നശിപ്പിച്ചത്. ഈ തുരുത്തിപ്പാറ മേഖലയിൽ 2-ാം വാർഡിൽ പഞ്ചായത്തിൽ ഈ വാഴകൃഷി മാത്രമല്ല, തൊട്ടപ്പുറത്ത് പാടങ്ങളിൽ നെൽകൃഷിയിലും സമയമാണ്. നെൽകൃഷിയിലും ഈ കാട്ടുപന്നികളുടെ ശല്യം നല്ല രീതിയിലുണ്ട്. റിപ്പോർട്ടർ തൃത്താല. പത്തനംതിട്ടയിൽ വ്യാജ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വായ്പ എടുക്കാൻ ശ്രമം. സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്ന് വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ വിവരങ്ങൾ ലഭിക്കാതെ വന്നതോടെയാണ് സർട്ടിഫിക്കറ്റ് വ്യാജനാണെന്ന് ഉറപ്പിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട വള്ളിക്കോട് കോട്ടയം വില്ലേജ് ഓഫീസറുടെ പേരിൽ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റുകളാണ് ഒറിജിനലിനെ വെല്ലുന്ന രൂപത്തിൽ വ്യാജമായി നിർമ്മിച്ച് ബാങ്കിൽ വായ്പയ്ക്കായി സമർപ്പിച്ചത്. വില്ലേജ് ഓഫീസറുടെ ഡിജിറ്റൽ ഒപ്പും കോഡും ഉപയോഗിച്ചാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. വില്ലേജിൽ നിന്നും അനുവദിച്ചത് എന്ന വ്യാജേനയാണ് സർട്ടിഫിക്കറ്റുകൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പത്തനംതിട്ട ശാഖയിൽ ഹാജരാക്കിയത്. 2 സർട്ടിഫിക്കറ്റുകളിലും തണ്ടപ്പേർ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല. തുടർന്ന് ബാങ്ക് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ വില്ലേജ് ഓഫീസർ ഈ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. വള്ളിക്കോട് കോട്ടയം വില്ലേജ് ഓഫീസർ അരുൺ ആർ ഉണ്ണിത്താൻ. ഒരു സർട്ടിഫിക്കറ്റ് 19/12/2020 16/12/2020 2 ഡേറ്റിലാണ് 2 പേർക്കായിട്ട് ഇഷ്യൂ ചെയ്തതായിട്ട് സർട്ടിഫിക്കറ്റ് കാണുന്നത്. ബാങ്ക് കൂടുതൽ പരിശോധിച്ചപ്പോൾ 2 വ്യക്തികളുടെയും സർട്ടിഫിക്കറ്റിൽ ഒരേ സർട്ടിഫിക്കറ്റ് നമ്പർ, QR കോഡ് നമ്പർ പരിശോധിച്ചപ്പോൾ നമ്പർ അതിൽ ക്ലിയർ അല്ല. അത് സംബന്ധിച്ച് ബാങ്ക് കളക്ടറേറ്റിൽ IT സെല്ലോട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് IT സെല്ലിൽ നിന്ന് എന്നോട് രേഖാമൂലം ചോദിച്ചു. ഞാനിവിടെ ഡിസ്ട്രിക്ട് സോഫ്റ്റ്വെയർ അത് പരിശോധിച്ച് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയപ്പോൾ എനിക്ക് പറയുന്ന ഡേറ്റുകളിൽ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് വ്യക്തികൾക്ക് കൊടുത്തിട്ടില്ല. സർട്ടിഫിക്കറ്റിലെ QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറി. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വില്ലേജ് ഓഫീസർ പരാതിയും നൽകി. സർട്ടിഫിക്കറ്റിൽ പേരുള്ളവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്ന് പോലീസ് വ്യക്തമാക്കി. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. പരപ്പനങ്ങാടി എക്സൈസ് തീരദേശ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ കെട്ടുങ്ങൽ അഴിമുഖത്ത് നിന്ന് 11 കിലോയോളം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. താനൂർ എടക്കറപ്പുറം സ്വദേശി സഹൽ എന്ന അജേഷിനെയാണ് പരപ്പനങ്ങാടി എക്സൈസ് പിടികൂടിയത്. തീരദേശ ഭാഗങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി ഉപയോഗം വ്യാപകമാകുന്നതായുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗങ്ങളിൽ കഞ്ചാവ് എത്തിക്കുന്നവരെക്കുറിച്ചും ചിറമംഗലം കെട്ടുങ്ങൽ ഭാഗങ്ങളിലെ കഞ്ചാവ് ചില്ലറ വിൽപ്പനക്കാരെക്കുറിച്ചും കഴിഞ്ഞ ഒരാഴ്ചയായി എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കുറച്ച് നാളുകളായി ഞങ്ങൾ ഇവിടെ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇങ്ങനെയിരിക്കെയാണ് ചിറമംഗലം ഭാഗത്ത് വെച്ച് ഒരാൾ 50 ഗ്രാം കഞ്ചാവുമായിട്ട് പിടിക്കപ്പെടുന്നത്. ഇയാൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ തെരച്ചിലാണ് ഈ താനൂർ ഭാഗത്തുള്ള സഹൽ എന്നയാൾ ഇന്നലെ 11 കിലോയോളം കഞ്ചാവുമായിട്ട് പിടിക്കപ്പെടുന്നത്. ഇയാൾ ആന്ധ്രയിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന് ഈ പരപ്പനങ്ങാടി, കടപ്പുറം, താനൂർ ഭാഗങ്ങൾ വൻതോതിൽ വിൽപ്പന നടത്തുന്നുണ്ട് എന്നും ഇയാൾ വിൽപ്പന നടത്തുന്ന ആളുകളെക്കുറിച്ചും ഇയാളിൽ നിന്ന് വാങ്ങി ചില്ലറ വിൽപ്പന നടത്തുന്ന ആളുകളെക്കുറിച്ചും ഒക്കെയുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചിറമംഗലത്ത് വെച്ച് ചില്ലറ വിൽപ്പനയ്ക്കിടെ നെടുവ തിരച്ചിലങ്ങാടി സ്വദേശി റഷീദിനെ 50 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയിരുന്നു. തീരദേശ ഭാഗത്തുള്ള കൂടുതൽ ലഹരി വിതരണക്കാരെക്കുറിച്ച് വിവരം ലഭിച്ചതായും വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നും എക്സൈസ് അറിയിച്ചു. NT മുഹമ്മദ് സിയാദിനോടൊപ്പം റിപ്പോർട്ടർ തേഞ്ഞിപ്പലം. വയനാട് പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ അണക്കെട്ട് നിർമ്മാണത്തിൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്ത കുടുംബം അനിശ്ചിതകാല സമരത്തിലേക്ക്. പടിഞ്ഞാറത്തറ സ്വദേശി MM ജോസഫും കുടുംബവുമാണ് വൈത്തിരി താലൂക്ക് ഓഫീസിന് മുന്നിൽ സമരം ആരംഭിച്ചത്. സർക്കാർ ഏറ്റെടുത്ത ഭൂമിയുടെ വില നൽകണമെന്ന ആവശ്യവുമായി പടിഞ്ഞാറത്തറ സ്വദേശി MM ജോസഫും കുടുംബവും വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിലാണ് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. പടിഞ്ഞാറത്തറ ബാണാസുര ഡാമിനു വേണ്ടി 1978 സർക്കാർ ഏറ്റെടുത്ത തരിയോട് വില്ലേജിലെ 681/1 സർവേ നമ്പറിൽപ്പെട്ട 5 ഏക്കർ ഭൂമിയുടെ വില നാളിതുവരെയായിട്ടും നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ജോസഫും കുടുംബവും വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിൽ പന്തൽ കെട്ടി സമരം ആരംഭിച്ചത്. നഷ്ടപരിഹാരത്തിന് വർഷങ്ങൾ നീണ്ട പോരാട്ടം ഫലം കാണാത്തതിനാൽ ഭൂസമര സഹായ സമിതിയുടെ പിന്തുണയോടെയാണ് പുതിയ സമര രീതിയിലേക്ക് കടക്കുന്നത്. 86-ാമത്തെ വയസ്സിലാണ് ജോസഫ് ഏട്ടനെ ഈ താലൂക്ക് ഓഫീസിന്റെ മുമ്പിൽ സമരം ചെയ്യുന്നത്. ഈ താലൂക്ക് ഓഫീസിന്റെ മുമ്പിൽ സമരം ചെയ്യേണ്ട ഒരു ന്യായമായിട്ടുള്ളൊരു ആവശ്യത്തിനാണ് ഞങ്ങളെ സമീപിക്കുകയും ജോസഫ് ഏട്ടൻ
കർഷക സംഘടന എന്ന നിലയിൽ ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളോട് ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഇടപെടണമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പിന്തുണയുമായിട്ട് കാർഷിക പുരോഗമന സമിതി ഉൾപ്പെടെയുള്ള കർഷക സംഘടനകൾ മുന്നോട്ട് വരുന്നത്. വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിൽ നടത്തുന്ന സമരം കാർഷിക പുരോഗമന സമിതി സംസ്ഥാന ചെയർമാൻ PM ജോയ് ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ടർ വൈത്തിരി. അതിർത്തി മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാൻ തമിഴ്നാട് വനം വകുപ്പ് പദ്ധതികൾ ഒരുക്കുന്നു. വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ക്യാമറകൾ സ്ഥാപിക്കും. വനം കൊള്ളയും സമാന്തര പാത വഴിയുള്ള ലഹരിക്കടത്തിനും തടയിടാനാകുമെന്നാണ് പ്രതീക്ഷ. കേരള തമിഴ്നാട് അതിർത്തിയിൽ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിനായാണ് തമിഴ്നാട് വനം വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും വനമേഖലകളിൽ നിന്ന് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് പതിവാണ്. കുരങ്ങ് ശല്യവും വിവിധ മേഖലകളിൽ അതിരൂക്ഷമാണ്. തമിഴ്നാട് അധീന വനമേഖലയിൽ നിന്നും കടുവ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ രാമക്കൽമേട്, അണക്കരമെട്ട് തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്താറുള്ളതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ കടുവയുടേതല്ല. ഈ സാഹചര്യത്തിലാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ക്യാമറ സ്ഥാപിക്കുന്നത്. തമിഴ്നാട് വനം വകുപ്പ് അവിടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന രാമക്കൽമേട്ടിൽ നിരീക്ഷണ ക്യാമറ വയ്ക്കുന്നത് വന്യജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായകരമാകും എന്നത് പ്രദേശവാസികൾക്ക് ഏറെ ആശ്വാസജനകമാണ്. ക്യാമറ സ്ഥാപിക്കുന്നതോടെ വനമേഖലയിലേക്കുള്ള അനധികൃത കടന്നുകയറ്റവും കണ്ടെത്താനാകും. സമാന്തര പാത വഴിയുള്ള ലഹരിക്കടത്തിനും തടയിടാനാകുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ നെടുങ്കണ്ടം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ എടത്തിരുത്തിയിൽ വ്യാപക കൃഷിനാശം. പൈനൂർ, പല്ലമാണിയന്താഴം എന്നീ പാടശേഖരങ്ങളിൽ വെള്ളം കയറി ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചത്. 10 വർഷത്തോളമായി തരിശു കിടന്നിരുന്ന പൈനൂർ പാടത്ത് ഇക്കുറി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ 15 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയിരുന്നു. നെൽകൃഷി പാകമായി ജനുവരി 10 വിളവെടുക്കാനിരിക്കെയാണ് കാലം തെറ്റി പെയ്ത കനത്ത മഴയിൽ നെൽകൃഷി മുങ്ങിയത്. പല്ലയിലും മാണിയന്താഴ്പാടത്തും ഇതേ അവസ്ഥയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം പൈനൂർ പാടത്ത് ഒഴുകിപ്പോകാൻ വഴിയില്ലാതെ കെട്ടിനിൽക്കുന്ന അവസ്ഥയിലാണ്. വേനൽക്കാലത്ത് പുഴയിൽ നിന്ന് പുളിവെള്ളം കയറാതിരിക്കാൻ ചിറകെട്ടിയതുമൂലം വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാതെയായി. പാടത്തിൽ വെള്ളം നിറഞ്ഞതോടെ പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. വെള്ളം ഒഴുക്കിക്കളയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പാടശേഖര സമിതിയുടെയും നാട്ടുകാരുടെയും ആവശ്യം. സുലാല്, മനോജ്, പിന്നെ ഞാൻ അങ്ങനെ 3 ആൾ കൂടിയിട്ടാണ് ഇവിടെ ഈ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് കൃഷി ഇറക്കിയത്. നല്ല നെല്ലായിട്ട് വന്നു. ഇപ്പൊ കൊയ്യേണ്ട സമയമായിരുന്നു. ഈ 10-ാം തീയതി ഈ നെല്ല് കൊയ്യണം എന്നുള്ളത് വെച്ചിരുന്നതാണ്. പക്ഷെ മഴ വന്നതുകൊണ്ട്, കനത്ത മഴ വന്നതുകൊണ്ട് വെള്ളക്കെട്ടായി കൃഷി മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൃഷി വെള്ളത്തിൽ മുങ്ങിയതോടെ കർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പ്രശ്നപരിഹാരത്തിന് സാധ്യതകൾ തേടിയിട്ടുണ്ട്. റിപ്പോർട്ടർ തൃശൂർ. ക്രിസ്മസ് ട്രീയിൽ കൂടൊരുക്കി മുട്ടയിട്ട് വിരിഞ്ഞ ഇരട്ടത്തല പക്ഷി കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് തൃശൂർ മുല്ലശ്ശേരി എടക്കളത്തൂർ ഷാഫിയും കുടുംബവും. വ്യത്യസ്തമായ വാർത്ത കാണാം. അഭിമാനം തോന്നി കണ്ടപ്പോൾ. അപ്പോൾ ഇനി എന്തായാലും ഇവര് സ്വയം പറന്നു പോകുന്നത് വരെ മക്കളായ ഫെബിയും ഫെബിനുമാണ് ഇവയെ സംരക്ഷിക്കുന്നത്. ഭക്ഷണം നൽകാനായി അമ്മക്കിളിയും ഇടയ്ക്കിടെ കൂട്ടിലെത്തുന്നു. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ബുൾബുൾ ഇനത്തിൽപ്പെട്ട പക്ഷിയാണ് ഇരട്ടത്തലച്ചി പക്ഷി. റിപ്പോർട്ടർ തൃശൂർ. അരനൂറ്റാണ്ട് പാരമ്പര്യമുള്ള ആയിരക്കണക്കിന് കുട്ടികളെ കളരി അഭ്യാസികളാക്കിയിട്ടുള്ള ഒരു കളരി പഠന കേന്ദ്രമുണ്ട് കുന്നംകുളം അരുവായിൽ. VKM കളരി എന്നാണ് അതിൻ്റെ പേര്. കളരിക്ക് പുറമെ മർമ്മ ചികിത്സയും കളരിയുടെ ഭാഗമാണ് ഇവിടെ. നാഷണൽ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ നടത്തിയ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ് VKM കളരി പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ. 3 സ്വർണവും 6 വെള്ളിയും ഉൾപ്പെടെ 9 മെഡലുകളാണ് ഇവർ കരസ്ഥമാക്കിയത്. പത്തോളം സംസ്ഥാനങ്ങളിൽ നിന്നായി 300ഓളം കളരി അഭ്യാസികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭാരത സർക്കാരിന്റെ മിനിസ്ട്രി യൂത്ത് ഓഫ് പേഴ്സൺ സ്പോർട്സിന്റെ കീഴിലാണ് ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ വീഡിയോ കോൺഫറൻസ് വഴി മത്സരം നടത്തിയത്. ഇപ്പോൾ അടുത്തായിട്ട് നടന്നിട്ടുള്ള നാഷണൽ മത്സരത്തിൽ
ഞങ്ങൾ ഈ കളരിയിൽ നിന്ന് 9 കുട്ടികൾക്ക് ഫസ്റ്റും സെക്കൻഡുമായിട്ട് സ്ഥാനങ്ങൾ നേടാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കളരിയിൽ വളരെ സന്തോഷത്തിലാണ്. കളരിയിൽ കൂടുതൽ കുട്ടികൾ വന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ മുന്നേ പരിശീലിച്ചുള്ളവർക്ക് ഇങ്ങനെ മത്സരത്തിനൊക്കെ പോകാനുള്ള ഒരു പരിശീലനം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത മത്സരങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അതിൻ്റെ രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി ധാരാളം ശിഷ്യസമ്പത്ത് ഇദ്ദേഹത്തിനുണ്ട്. അച്ചടക്കവും അർപ്പണബോധവും തനത് ആയോധന കലയിലൂടെ പരിപോഷിപ്പിക്കാൻ സാധിക്കുമെന്ന് ഗുരുക്കൾ പറയുന്നു. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റ് പരിപോഷിപ്പിക്കുന്നതിനായി ഭാരത സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചത് യുവ കളരി വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകും. ദേശീയ പുരസ്കാരം നേടിയ യുവ പ്രതിഭകൾക്ക് മാസം തോറും 10,000 രൂപ വീതം ഒരു വർഷത്തേക്ക് സ്കോളർഷിപ്പ് സർക്കാർ നൽകി വരുന്നുണ്ട്. VKM കളരി പഠന കേന്ദ്രത്തിലെ 4 വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയിട്ടുണ്ട്. യുവ കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച ഗൈലോ ഇന്ത്യയുടെ ഭാഗമായുള്ള മത്സര ഇനങ്ങളിൽ കളരിപ്പയറ്റിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ദേശീയ കായിക മാമാങ്കങ്ങളിൽ കളരിപ്പയറ്റും ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയാണ് യുവ പ്രതിഭകളായ കളരി വിദ്യാർത്ഥിക്കുള്ളത്. അശ്വതി ഗുരുവായൂരിനോടൊപ്പം റിപ്പോർട്ടർ, ഗുരുവായൂർ. പാചകവാതകത്തിന്റെ വില അടിക്കടി വർദ്ധിക്കുമ്പോൾ വീട്ടിലെ ജൈവ മാലിന്യം ഉപയോഗിച്ച് പാചകത്തിന് ഉപയോഗിക്കാനായിരുന്നെങ്കിൽ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിനുള്ള ചിലവും സ്ഥലപരിമിതികളും ഒക്കെയാണ് പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് കട്ടപ്പന ഇരട്ടയാർ സ്വദേശിയായ വിനോദ് നിർമ്മിച്ചിരിക്കുന്ന പ്ലാന്റ്. വീട്ടിലെ ഉപയോഗശേഷം ബാക്കിയാവുന്ന ഭക്ഷണ സാധനങ്ങൾ, റബ്ബർ ഷീറ്റ് ഉൽപാദനത്തിന് ശേഷമുള്ള വെള്ളം തുടങ്ങിയവയൊക്കെയാണ് ഇരട്ടയാർ നാലുമുക്ക് കടപ്ലാമറ്റത്തിൽ വിനോദ് ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നത്. പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി ഭീമമായ തുക മുടക്കാതെ ടാർ കൊണ്ടുവരുന്ന വീപ്പയും PVC പൈപ്പും മറ്റുപയോഗിച്ചാണ് വിനോദ് ഇത് സ്വയം നിർമ്മിച്ചെടുത്തത്. നമുക്ക് ഇതുപോലെ ചെറിയ തകിടയിലുണ്ടാക്കിയിട്ട് ഇതിപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ടാറിങ്ങിൻ്റെ ഒരു ബീപ്പയാണത്. ആ ബീപ്പയാണ് തന്നിരിക്കുന്നത്. അതുപോലെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാന്നുള്ളൊരു ഇതിലാണ് ഇത് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ ഈ ഷീറ്റ് നന്നായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് ഒട്ടും ഗ്യാസ് വേറെ പുറത്തോട്ട് പോയി എല്ലാത്തിനും വെൽഡിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കമ്പി ഉണ്ട്. പിന്നെ ഇതിന്റെ പുറത്തോട്ട് ഗ്യാസ് ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. തങ്കമണിയിൽ വർക്ക്ഷോപ്പ് നടത്തിവരുന്ന വിനോദ് ജോലിയിലെ ഇടവേളകളിലാണ് പ്ലാന്റ് നിർമ്മിച്ചത്. ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ പാചകവാതകം പൂർണ്ണമായും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. പ്ലാന്റിൽ നിന്നും പുറന്തള്ളുന്ന അവശിഷ്ടങ്ങൾ ജൈവവളമായും ഉപയോഗിക്കുന്നു. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം. വീണ്ടും വ്യത്യസ്ത ചലഞ്ചുമായി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ. നിർധന കുടുംബത്തെ സഹായിക്കാൻ മോരുവെള്ളം ചലഞ്ചുമായാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ രംഗത്ത് വന്നത്. പള്ളിപ്പാട് സ്വദേശി പ്രകാശിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു മോരുവെള്ളം ചലഞ്ച് നടത്തിയത്. പ്രകാശൻ വർഷങ്ങളായി TB ബാധിച്ച് ചികിത്സയിലാണ്. ഭാര്യ ഹൃദ്രോഗിയും 3 കുട്ടികളുണ്ട്. ഇവരുടെ ചികിത്സ, അടച്ചുറപ്പുള്ള വീട്, കുട്ടികളുടെ പഠനം എന്നിവ മുൻനിർത്തിയാണ് കരുതൽ കൂട്ടായ്മ ചലഞ്ച് സംഘടിപ്പിച്ചത്. 3,12,680 രൂപയാണ് ചലഞ്ചിലൂടെ കരുതൽ സമാഹരിച്ചത്. ഹരിപ്പാട് ദേശീയപാതയോരത്തും റെയിൽവേ റോഡിനു സമീപവും ഫെഡറൽ ബാങ്കിന് മുൻപിലുമായി 2 കൗണ്ടറുകളിലാണ് ഇവർ മോരും വെള്ളം തയ്യാറാക്കി ചലഞ്ച് സംഘടിപ്പിച്ചത്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു വിൽപ്പന. ഒരു പാത്രം മോരും വെള്ളം വാങ്ങിയവർ 10 മുതൽ 2,000 രൂപ വരെ സംഭാവന കൊടുത്തു. മോരുവെള്ളം വിറ്റു മാത്രം കിട്ടിയത് 1,37,680 രൂപയാണ്. നേരത്തെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കരുതൽ ഉച്ചഭക്ഷണ കൂട്ടായ്മ നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് ബാങ്ക് അക്കൗണ്ടിൽ 75,000 രൂപ ലഭിച്ചു. മോരും വെള്ളം ചലഞ്ചിനെ പറ്റി കേട്ടറിഞ്ഞ് കൗണ്ടർ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ വ്യത്യസ്തമായ ചലഞ്ചുകൾ ഏറ്റെടുക്കുകയാണ്. ഈ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന അനേകരെ സഹായിക്കുവാൻ, ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു അംശം കൊടുക്കുവാനുള്ള ചലഞ്ച്. നിസ്സാരമെന്ന് തോന്നുന്നതിൽ അത്ഭുതം സൃഷ്ടിക്കുവാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ. ഭക്ഷണം പോലും അയൽക്കാരും ബന്ധുക്കളും കൊടുത്ത് എത്ര ദയനീയമായി കഴിയുന്ന ഒരു കുടുംബം, ആ കുടുംബത്തെ ഒന്ന് സഹായിക്കുവാൻ, ആ കുടുംബത്തിന് കൈത്താങ്ങായി രാവിലെ മുതൽ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ പ്രവർത്തകർ ഈ ദേശീയപാതയുടെ ഓരത്ത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ, BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് K. സോമൻ എന്നിവരും മോരും വെള്ളം ചലഞ്ചിന് പിന്തുണയുമായി എത്തിയിരുന്നു. അനസ് അമാനൊപ്പം റിപ്പോർട്ടർ, ഹരിപ്പാട്. ജിൻസി സന്തോഷ് ആനക്കരയുടെ പ്രഥമ കവിതാ സമാഹാരമായ ഒറ്റമരങ്ങളിലെ വസന്തം ആനക്കര ഗോവിന്ദകൃഷ്ണ സ്മാരക വായനശാല അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കവി പവിത്രൻ തിക്കുനി പ്രകാശനം ചെയ്തു. കവിതകൾ കവി രാമകൃഷ്ണൻ കുമരനല്ലൂർ പരിചയപ്പെടുത്തി. വായനശാല പ്രസിഡന്റ് പ്രജീഷ് അധ്യക്ഷനായി. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം AK പ്രദീപ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് PK ബാലചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം PC രാജു,
PV സേതുമാധവൻ എന്നിവർ ആശംസകൾ നേർന്നു. കമ്മിറ്റി അംഗമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ടോൾ നിരക്ക് കുറക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയവരോട് ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. വിഷയം ആദ്യം പരിഗണിക്കേണ്ടത് ഹൈക്കോടതി, ശേഷം ആവശ്യമെങ്കിൽ തങ്ങളെ സമീപിക്കാം. മണ്ണുത്തി ദേശീയപാതയുടെ നിർമ്മാണ ചെലവിനേക്കാൾ കൂടുതൽ ഇതുവരെ പിരിച്ചെടുത്തുവെന്ന് പരാതിക്കാർ. ഇടുക്കിയുടെ ഉൾനാടൻ ഗ്രാമീണ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ DTPC നൂതന പദ്ധതികൾ. തൂവൽ വെള്ളച്ചാട്ടം, കള്ളിമാലി, ഉറുമ്പിക്കര മേഖലകളുടെ വികസനത്തിനായി പദ്ധതി ഒരുക്കും. സ്ഥലപരിമിതി ടൂറിസം വികസനത്തിന് വിലങ്ങ് തടിയാവുന്നുവെന്ന് DTPC. വയനാട് പൂക്കോട് തടാകത്തിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളി നിയമനം അനധികൃതമാണെന്ന ആരോപണത്തിൽ ഉറച്ച് വൈത്തിരി പഞ്ചായത്തിലെ UDF വീണ്ടും സമരരംഗത്ത്. അടിസ്ഥാനരഹിത ആരോപണങ്ങളുമായി UDF സമരത്തിനിറങ്ങുന്നത് തിരഞ്ഞെടുപ്പിലെ ജാള്യത മറക്കാനെന്ന് LDF. കോവളത്തെ വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി അലക്സിനെ തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാൻബിവിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ. ഇടുക്കി കമ്പംമെട്ട് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് മുന്നിലെ കാണിക്കവഞ്ചിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന പഞ്ചലോഹ വിഗ്രഹം മോഷ്ടാക്കൾ അപഹരിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.